എല്ലാവർക്കും വിജയമന്ത്ര ഓൺലൈൻ ഹിന്ദി ലേണിംഗ് ക്ലാസ്സിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഞാൻ ഡോക്ടർ വീണ അനിൽ. എല്ലാവരും ഞങ്ങളുടെ ക്ലാസ്സുകൾ കാണുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഈ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് 10ാം ക്ലാസ് പരീക്ഷയിൽ മുൻകാലങ്ങളിൽ ചോദിച്ച ക്വസ്റ്റ്യൻസും അതുപോലെ തന്നെ അതിൻ്റെ ആൻസേഴ്സും ഞാൻ തയ്യാറാക്കിയിട്ടുണ്ട്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻസ് നമുക്ക് വർക്കൗട്ട് ചെയ്യാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ചെയ്യുന്നത്. 10ാം ക്ലാസ്സിലെ ആദ്യത്തെ ചാപ്റ്ററായിട്ട് ആയ ബീർ ബഹൂട്ടി എന്ന ചാപ്റ്ററിലെ അതുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ്, പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസാണ് നമ്മൾ ഇന്നിവിടെ പറയാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ നന്നായിട്ട് പഠിക്കണം. കാരണം ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് എല്ലാ പരീക്ഷകൾക്കും നമുക്ക് ചോദിക്കാവുന്നതാണ്. നിങ്ങൾ നന്നായി മനസ്സിലാക്കുക, നന്നായി പഠിക്കുക. അപ്പോൾ നമുക്ക് ഓരോ ക്വസ്റ്റ്യൻസും വർക്കൗട്ട് ചെയ്യാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, बीर बहूटी कहानी का यह अंश पढ़े और 1 से 3 तक के प्रश्नों के उत्तर लिखे. ആദ്യത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. ബീർ ബഹൂട്ടി എന്ന കഹാനിയുടെ ഒരു കുറച്ച് ഭാഗം നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. 1 മുതൽ 3 വരെയുള്ള ക്വസ്റ്റ്യൻ്റെ ആൻസറാണ് നമ്മൾ എഴുതേണ്ടത്. അപ്പോൾ ആ ചാപ്റ്ററിലെ കഹാനിയിലെ കുറച്ച് ഭാഗം നമുക്കിവിടെ ബോക്സിനകത്ത് തന്നിട്ടുണ്ട്. നിങ്ങളത് ഫസ്റ്റ് നിങ്ങൾ വായിക്കണം, നന്നായി വായിച്ച് മനസ്സിലാക്കുക. അതിനുശേഷം താഴെ തന്നിരിക്കുന്ന ഓരോ ക്വസ്റ്റ്യനും നിങ്ങൾ ആൻസർ ചെയ്യണം. നോക്കാം. बेला का मन बहुत खराब हो गया. माट साहब चाहे मुझे पीट लेते मगर साहिल के सामने नहीं. वह साहिल के सामने खुद को शर्मिंदा महसूस कर रही थी क्योंकि वह जानती थी कि वह साहिल की नज़र में बहुत अच्छी है. बेला का मन बहुत खराब हो गया. ബേലയുടെ മനസ്സ് വളരെയധികം എന്താ പറയുന്നത്, മോശമായി, അതായത് വിഷമിച്ച് വല്ലാതായി. അവളുടെ മനസ്സ് വളരെയധികം ദുഃഖിച്ചു. മാട്ട് സാബ് ചാഹെ മുझे പീഡ് ലേത്തെ മഗർ സാഹിൽ കെ സാമനെ നഹി. അതായത് മാസ്റ്റർ സാഹിബിന് എന്നെ അടിക്കണമെന്നുണ്ടായിരുന്നു എങ്കിൽ അടിച്ചോട്ടെ, പക്ഷേ സാഹിലിൻ്റെ മുൻപിൽ വെച്ച് വേണ്ടായിരുന്നു. വ സാഹിൽ കെ സാമനെ ഖുദ് കോ ശർമിന്ദ മേഹ്സൂസ് കർ രഹി ഥി. അതായത് അവൾ സാഹിലിൻ്റെ മുൻപിൽ, അല്ലെ സാഹിലിൻ്റെ മുൻപിൽ അവൾ എങ്ങനെയാണ്, അവൾക്ക് ഖുദ് കോ സ്വയം ശർമിന്ദ മേഹ്സൂസ് കർ രഹി ഥി, ലജ്ജ തോന്നി. ക്യോങ്കി വ ജാൻതി ഥി കി വഹ് സാഹിൽ കി നസർ മേ ബഹുത് അച്ഛി ഹെ. എന്തുകൊണ്ടാണ് അവൾക്ക് ലജ്ജ തോന്നാനുള്ള കാരണം എന്തെന്നാൽ അവൾക്കറിയാമായിരുന്നു വഹ് സാഹിൽ കി നസർ മേ, അവൾ സാഹിലിൻ്റെ ദൃഷ്ടിയിൽ, കാഴ്ചപ്പാടിൽ ബഹുത് അച്ഛി ഹെ, വളരെ നല്ലൊരു കുട്ടിയായിരുന്നു. ഇത്രയുമാണ് ആ പാഠഭാഗത്തിലെ ലൈൻസ് നമുക്ക് തന്നിരിക്കുന്നത്. ഇനി അതുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് ആണ് താഴെ തന്നിരിക്കുന്നത്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, സഹി പ്രസ്താവ് ചുൻകർ ലിഖേ. താഴെ തന്നിരിക്കുന്ന കറക്റ്റ് കാര്യം മുകളിലത്തെ നമ്മൾ എന്താ പറയുക, ആ പാരഗ്രാഫുമായി ബന്ധപ്പെട്ടതാണ്. അപ്പോൾ കറക്റ്റായിട്ടുള്ള പ്രസ്താവം നമ്മൾ എടുത്തെഴുതണം. 1, മാട്ട് സാഹിബ് കോ ലജ്ജ കാ അനുഭവ് ഹോ രഹാ ഥാ. 2, സാഹിൽ കോ ലജ്ജ കാ അനുഭവ് ഹോ രഹാ ഥാ. 3, ബേല കോ ലജ്ജ കാ അനുഭവ് ഹോ രഹാ ഥാ. 4, സാഹിൽ ഓർ ബേല കോ ലജ്ജ കാ അനുഭവ് ഹോ രഹാ ഥാ. അപ്പോൾ ഇതിനകത്ത് കറക്റ്റായിട്ടുള്ള പ്രസ്താവം ഏതാണെന്ന് നോക്കുക. മാട്ട് സാബ് കോ ലജ്ജ കാ അനുഭവ് ഹോ രഹാ, മാസ്റ്റർ സാഹിബിന് ലജ്ജ തോന്നി. സാഹിൽ കോ ലജ്ജ കാ അനുഭവ് ഹോ രഹാ ഥാ, സാഹിലിനാണ് ലജ്ജ തോന്നിയെന്നാണ് അടുത്ത ആൻസർ. അടുത്ത 3, ബേല കോ ലജ്ജ കാ, ബേലയ്ക്കാണ് ലജ്ജ അനുഭവമായി വന്നതെന്ന് വെച്ചാൽ ബേലയ്ക്കാണ് ലജ്ജ തോന്നിയത്. സാഹിൽ ഓർ ബേല കോ ലജ്ജ കാ, സാഹിലിനും ബേലയ്ക്കും ലജ്ജ തോന്നിയെന്നാണ്. അപ്പോൾ ഇതിൻ്റെ കറക്റ്റ് ആൻസർ ഏതാണ്? ബേല കോ ലജ്ജ കാ അനുഭവ് ഹോ രഹാ ഥാ. ആർക്കായിരുന്നു ലജ്ജ തോന്നിയത്? ബേലയ്ക്ക്. ബേല കോ ലജ്ജ കാ അനുഭവ് ഹോ രഹാ ഥാ. സെക്കൻഡ് ക്വസ്റ്റ്യൻ, ക്രിയാ കാ സഹി രൂപ് ചുൻകർ വാക്യ കി പൂർത്തി കരെ. ക്രിയയുടെ യഥാർത്ഥ രൂപം ചേർത്ത് എന്ത് ചെയ്യണം? അത് സെലക്ട് ചെയ്യണം. താഴെ തന്നിരിക്കുന്ന 4 ഓപ്ഷനകത്തു നിന്നും ക്രിയയുടെ കറക്റ്റായിട്ടുള്ള രൂപം സെലക്ട് ചെയ്ത് സെൻറ്റൻസ് കംപ്ലീറ്റ് ചെയ്യുക. അതാണ് ക്വസ്റ്റ്യൻ. വായിക്കാം. ബേല കാ മൻ ബഹുത് ഖരാബ് ഡാഷ്. ബേലയുടെ മനസ്സ് വളരെയധികം എന്തായിത്തീർന്നു?
ബഹുത് ഖരാബ് എന്നാണ് പറഞ്ഞത്. ബഹുത് ഖരാബ് ഡാഷ്. ബേലയുടെ മനസ്സ് വളരെയധികം അല്ലെ കൂടുതൽ വഷളായിരുന്നു അല്ലെ വഷളാകും അല്ലേ. അപ്പം ബേലയുടെ മനസ്സ് കൂടുതൽ വഷളായിരുന്നു എന്നാണ്. പക്ഷെ നമുക്കിവിടെ തന്നിരിക്കുന്ന ഓപ്ഷൻ ഹോ ജായേഗി, ഹോ ജായേങ്കെ, ഹോ ജായേഗ, ഹോ ജായേങ്കി. അപ്പോൾ ഇതിനകത്ത് ഏതാണ് നമ്മൾ ചേർക്കേണ്ടതെന്ന് നോക്കുക. അപ്പോൾ ബേല കാ മൻ ബഹുത് ഖരാബ്. നോർമൽ നമ്മളെന്താ, ബേല ഒരു പെൺകുട്ടിയാണ്, സ്ത്രീലിംഗമാവുമ്പോൾ നമ്മൾ ക്രിയ അവസാനിപ്പിക്കുന്ന ജായികി എന്ന് വരും. പക്ഷേ ഇപ്പം ബേല കഴിഞ്ഞിട്ട് വിഭക്തി പ്രത്യയം ചേർന്നത് കൊണ്ട് നമ്മൾ പിന്നെ കർത്തായെ നോക്കുകയില്ല. പിന്നെ നമ്മൾ ആരെ നോക്കും? കർമ്മം മൻ ആണ്, മൻ പുല്ലിംഗാണ്. അപ്പം നമ്മൾ എങ്ങനെ എഴുതും? ബേല കാ മൻ ബഹുത് ഖരാബ് ഹോ ജായേഗ. ബേല കാ മൻ ബഹുത് ഖരാബ് ഹോ ജായേഗ. ബേലയുടെ മനസ്സ് കൂടുതൽ വഷളാകും. ബേല കാ മൻ ബഹുത് ഖരാബ് ഹോ ജായേഗ. കൂടുതലായി വഷളായി അല്ലെ വഷളാകും എന്നാണ് അതിൻ്റെ ആൻസർ. അപ്പോൾ ബേല എന്നുള്ള സ്ത്രീലിംഗം ആണെന്ന് നമ്മൾ ഉദ്ദേശിച്ച് എന്ത് ചെയ്യും? ജായേഗി ഇടും. പക്ഷെ അതല്ല ശരി. ബേല സ്ത്രീലിംഗമാണ്, പക്ഷേ വിഭക്തി പ്രത്യയം ചേർന്ന് വന്നതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും? കർമ്മത്തെ നോക്കും. കർമ്മത്തിനനുസരിച്ചാണ് നമ്മൾ ക്രിയ എൻഡ് ചെയ്യുന്നത്. ഹോ ജായേഗ. അപ്പോൾ ആൻസർ ഹോ ജായേഗ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ. നമുക്ക് മൂന്നാമത്തെ ക്വസ്റ്റ്യനിലോട്ട് പോകാം. നോക്കാം. क्लास में हुए बुरे अनुभव का जिक्र करते हुए बेला ने सहेली के नाम पत्र लिखा. बेला का पत्र लिखे. पत्र का कलेवर लगभग 80 शब्दों का हो. അപ്പോൾ ക്ലാസ് മേ ഹുയെ ബുരേ അനുഭവം. ആ ക്ലാസ്സിലുണ്ടായ അനുഭവം നല്ല അനുഭവമാണോ? അല്ല, മോശമായ അനുഭവത്തെ കാണിച്ചുകൊണ്ട് അല്ലെ അത് മെൻഷൻ ചെയ്തുകൊണ്ട് ബേലാനെ സഹേലിക്ക് നാം പത്രലേഖ. ബേല തൻ്റെ സഹേലി കൂട്ടുകാരിക്ക് ഒരു ലെറ്റർ എഴുതി. കാരണം അന്നത്തെ ദിവസം അവൾക്ക് അനുഭവിച്ച ആ ദുരനുഭവത്തെ അതിലെ ദുരനുഭവം ചേർത്തുകൊണ്ട് അവൾ തൻ്റെ കൂട്ടുകാരിക്ക് ഒരു ലെറ്റർ എഴുതുകയാണ്. ബേലാക്ക പത്രലേഖ. ആ ബേല എഴുതുന്ന ലെറ്റർ നിങ്ങളൊന്ന് എഴുതുക എന്നാണ്. ബേലാക്ക പത്ര. ആ ബേല എഴുതിയ ലെറ്റർ നമുക്കൊന്ന് എഴുതാം. അപ്പോൾ പത്രലേഖനാണ്. പത്രലേഖൻ എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. എങ്ങനെയൊക്കെയാണ് പത്രലേഖൻ തയ്യാറാക്കേണ്ടത്, അപ്പോൾ അത് നമ്മൾ ആദ്യം മനസ്സിലാക്കുക. പത്ര തയ്യാറാക്കുമ്പോൾ നമ്മൾ ആദ്യം ചെയ്യുന്നത് എന്താണ്? സ്ഥാൻ, താരീഖ്, സംബോധൻ, സ്വനിർദ്ദേശ്, പത आदि के साथ കൽപ്പന കർക്കെ വിഷയ കാ സഹി സംപ്രേഷൻ കർക്കെ പത്ര ലിഖാ ഹെ. അപ്പോൾ ഒരു ലെറ്റർ എഴുതണമെങ്കിൽ എങ്ങനെയാണ് എഴുതേണ്ടത്? സ്ഥാൻ, താരീഖ്, സംബോധൻ, സ്വനിർദ്ദേശ്, പത ആദി കെ സാത്ത് കൽപ്പന കർക്കെ വിഷയ കാ സഹി സംപ്രേഷൻ കർക്കെ പത്ര ലിഖാ ഹെ. അപ്പോൾ ഒരു ലെറ്റർ എഴുതണമെങ്കിൽ നമ്മൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്? ആദ്യം സ്ഥാൻ എന്ന് പറഞ്ഞാൽ പ്ലേസ്, താരീഖ് ഡേറ്റ്, സംബോധൻ അഭിസംബോധന, നമ്മൾ സംബോധന ചെയ്യുമല്ലോ, സംബോധന, സ്വനിർദ്ദേശ് എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ ലാസ്റ്റിൽ എഴുതും യുവേഴ്സ് ഫെയ്ത്ത്ഫുള്ളി, യുവേഴ്സ് സിൻസിയർലി എന്നൊക്കെ നമ്മൾ എഴുതാറുണ്ട്. അതാണ് സ്വനിർദ്ദേശ്. പദയുടെ അർത്ഥം അഡ്രസ്. ഇവയോടൊപ്പം തന്നെ കൽപ്പന കർക്കെ വിഷയക്ക സഹി സംപ്രേഷൻ കർക്കെ പത്ര ലിഖാ ഹെ. അതായത് നമ്മൾ ഇമാജിൻ ചെയ്യണം എന്താണ് വിഷയം. ആ വിഷയത്തെ നമ്മൾ ഇമാജിൻ ചെയ്ത് നമ്മളൊരു പത്ര തയ്യാറാക്കണം. അപ്പം ഭാഷയും നല്ല സരള ഭാഷയിലായിരിക്കണം നമ്മൾ ആ ലെറ്റർ തയ്യാറാക്കേണ്ടത്. അപ്പോൾ ആ പത്രം എഴുതുമ്പോൾ നമ്മൾ എന്തൊക്കെ ശ്രദ്ധിക്കണം? സ്ഥാനം ഉണ്ടായിരിക്കണം, താരീഖ് ഉണ്ടായിരിക്കണം, സംബോധന ഉണ്ടായിരിക്കണം, സ്വനിർദ്ദേശം ഉണ്ടായിരിക്കണം, പതായും ഉണ്ടായിരിക്കണം. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ എന്ത് ചെയ്യണം? നമ്മൾ കറക്റ്റായിട്ട് ഓർത്തു വയ്ക്കണം അല്ലേ? അപ്പോൾ ഇനിയുമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ലെറ്ററിലേക്ക് നമ്മൾ പോകുന്നത്. ഓക്കെ. അപ്പം നമുക്ക് നോക്കാം എങ്ങനെയാണ് പത്രലേഖൻ തയ്യാറാക്കുന്നതെന്ന്. പത്രലേഖൻ തയ്യാറാക്കുമ്പം സ്ഥാൻ, റൈറ്റ് സൈഡ് സ്ഥാൻ, താരീഖ്, പ്രിയ മിത്രക്കാ നാം ലിഖന, സുഹൃത്തിൻ്റെ പേരെഴുതുക. ദെൻ നമസ്കാർ, നമസ്തേ. തും കേസേ ഹോ, നിങ്ങളെങ്ങനെ, സുഖമാണോ എന്ന് നമ്മൾ ചോദിക്കില്ലേ?
തും കൈസേ ഹോ, നിങ്ങൾക്ക് സുഖമാണോ? മുझे കൽ കക്ഷാ में एक बुरे അനുഭവ് हुआ. എന്താണ്, എനിക്ക് കഴിഞ്ഞ ദിവസം ക്ലാസ്സിൽ ഒരു മോശമായിട്ടുള്ള ഒരു അനുഭവം ഉണ്ടായി. ഗണിത കാ പീരീഡ് ഥ, മാത്സിൻ്റെ പീരീഡ് ആയിരുന്നു. ക്ലാസ് മേ ആത്തെ ഹി മാസ്റ്റർ സാബ് കോപ്പി ജാഞ്ചനെ ലഗെ. ക്ലാസ്സിൽ വന്നപ്പോഴത്തേക്കിന് മാസ്റ്റർ സാബ് എന്ത് ചെയ്തു? കോപ്പിയൊക്കെ ചെക്ക് ചെയ്യാൻ തുടങ്ങി. അതൊക്കെ അന്വേഷിക്കണം, കോപ്പിയൊക്കെ ചെക്ക് ചെയ്യാൻ തുടങ്ങി. ഉസ് സമയം ഉൻകി ദൃഷ്ടി മുझ് पर പടി. ആ സമയത്ത് അദ്ദേഹത്തിൻ്റെ ദൃഷ്ടി എന്നിൽ പതിച്ചു. മേനെ തോ കോപ്പി ലിഖി थी, ഞാൻ കോപ്പി ബുക്കൊക്കെ എഴുതിയിരുന്നു. ഫിർ ഭി ഭൈസെ കാം രഹി थी, എന്നാലും പേടി കൊണ്ട് വിറച്ചു. ബിനാ കുച്ച് കഹെ ഉന്നോനെ മേരെ ബാൽ പകഡ് കർ ഫേങ്ക. അതായത് ബിനാ കുച്ച് കഹെ, ഒന്നും പറയാതെ തന്നെ എന്ത് ചെയ്തു? ഉന്നോനെ മേരെ ബാൽ പകഡ് കർ ഫേങ്ക, എൻ്റെ മുടിക്കെട്ടിന് കയറി പിടിച്ചു. സബ് ബച്ചോं की നസർ മുझ് पर പടി. എല്ലാ കുട്ടികളുടെയും ദൃഷ്ടി എന്നിലേക്കായിരുന്നു. കുച്ച് സമയ കെ ബാദ് മാറ്റ് സാബ് നെ കോപ്പി മേരെ ബൈഠ്നെ കെ സ്ഥാൻ पर ഫേങ്കി. കുറച്ച് സമയത്തിന് ശേഷം മാറ്റ് സാബ് എന്ത് ചെയ്തു? ആ കോപ്പി ബുക്ക് ഞാൻ ഇരിക്കുന്ന പ്ലേസിലേക്ക് എറിഞ്ഞു. മുസ്സെ ബൈഠ്നെ കോ കഹ, എന്നിട്ട് എന്നോട് പറഞ്ഞിരിക്കാനായിട്ട്. മുझे അഭി പതാ നഹീ കി മേരി ഗൽത്തി ക്യാ ഥേ. എന്താണ്? മുझे അഭി പതാ നഹീ, എനിക്ക് ഇപ്പോഴും അറിയേയില്ല. കി മേരി ഗൽത്തി ക്യാ ഥി, എൻ്റെ തെറ്റെന്തായിരുന്നു എന്ന് എനിക്കിപ്പോഴും അറിയുന്നില്ല. ഐസ അനുഭവ് ജീവൻ മേ കഭി നഹി ഹുവ. ഇങ്ങനെ ഒരു അനുഭവം എനിക്ക് എൻ്റെ ജീവിതത്തിൽ ഇന്ന് വരെ ഉണ്ടായിട്ടില്ല. മേരെ മിത്ര അഭി ഭി മുझे बहुत दुख है. അല്ലയോ എൻ്റെ സുഹൃത്തെ, എനിക്കിപ്പോഴും എൻ്റെ ഉള്ളിൽ എന്താണ്? ആ വിഷമം ഉണ്ട്, ദുഃഖമുണ്ട്. അകലെ ചുട്ടിക്ക് ദിനോമേ ദേഖേക. അടുത്ത അവധി കാലത്ത് നമുക്ക് നേരിട്ട് കാണാം, അല്ലെ അവധി സമയത്ത് നമുക്ക് നേരിട്ട് കാണാം. തുമാരാ മിത്ര, നിങ്ങളുടെ എന്താണ് സ്നേഹിത അല്ലെ സ്നേഹിതൻ. അപ്പോൾ ഇങ്ങനെയാണ് നമ്മളൊരു ലെറ്റർ എഴുതേണ്ടത്. അപ്പം തൻ്റെ സുഹൃത്തിന് എഴുതുന്ന ഒരു കത്താണ്. അപ്പോൾ ഇതാണ് അതിൻ്റെ ഫോമാറ്റും, ഇങ്ങനെയാണ് ആ ലെറ്റർ എഴുതേണ്ടത്. അപ്പോൾ എല്ലാവരും ഇത് നന്നായിട്ട് പഠിക്കണം. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോകാം. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ്റെ തന്നെ ഓറിട്ട് അഥവാ ഇട്ട് മീൻസ് ഓറിട്ട് ഒരു ക്വസ്റ്റ്യനോടുണ്ട്. ഇത് 2 ക്വസ്റ്റ്യനകത്തുനിന്നും ഏതെങ്കിലും ഒന്ന് എഴുതിയാൽ മതി. ഒന്നുകിൽ നിങ്ങൾ ആ ബേല തൻ്റെ കൂട്ടുകാരിക്ക് എഴുതുന്ന ഒരു ലെറ്റർ എഴുതുക, അല്ലെങ്കിൽ അടുത്ത ക്വസ്റ്റ്യൻ അതെന്താണെന്ന് നമുക്ക് നോക്കാം. സുരേന്ദർ മാട്ട് സാഹിബിനെ സാക്കെ വ്യവഹാർ സെ ബേലാക്കോ ബഡാ ദുഃഖ് ഹുവ. അപ്പോൾ സുരേന്ദർ മാട്ട് സാഹിബിൻ്റെ പെരുമാറ്റത്തിൽ ബേലയ്ക്ക് വളരെയധികം വിഷമമുണ്ടായി. ബേലാക്കെ വിചാരോങ്കോ ഡയറി കെ രൂപേ ലിഖേ. ആ ബേലയുടെ ചിന്തകളെല്ലാം എന്ത് ചെയ്യണം? ഒരു ഡയറിയാക്കി എഴുതാൻ. അപ്പം ഈ മൂന്നാമത്തേതിൽ ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ബേല തൻ്റെ സുഹൃത്തിന് ഒരു ലെറ്റർ എഴുതുക, കൂട്ടുകാരിക്ക് ഒരു ലെറ്റർ എഴുതുക. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ബേല തനിക്കുണ്ടായ ആ ദിവസത്തെ അനുഭവം തൻ്റെ ഡയറിയിൽ എഴുതുക. അപ്പോൾ ഡയറി ലേഖനാണ് രണ്ടാമത്തെ. ഓക്കെ, ഡയറി എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. പ്രസംഗക്കെ ആധാർ पर अपने विचारों को जोड़कर आकर्षक रूप से डायरी लिखा है. അപ്പോൾ ഇവിടെ എങ്ങനെയാണ് ഡയറി എഴുതിയിരിക്കുന്നത്? പ്രസംഗക്കെ ആധാർ पर, അതായത് തന്നിരിക്കുന്ന സന്ദർഭത്തിനനുസരിച്ച് നമ്മളിലുള്ള കാഴ്ചപ്പാട്, അതായത് ചിന്തകളെ എല്ലാം യോജിപ്പിച്ചുകൊണ്ട് ആകർഷകമായ രീതിയിൽ വേണം എന്തെഴുതാനായിട്ട്? ഡയറി എഴുതാൻ. അപ്പോൾ ഡയറി എഴുതുമ്പോൾ നമ്മൾ ഡേറ്റും ഡേയും ഇടണം. അതായത് ഏത് ദിവസമാണ്, ഏത് ഡേ ആണ് എന്നുള്ളത് നമ്മൾ മെൻഷൻ ചെയ്തിട്ട് അല്ലെങ്കിൽ എഴുതിയിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാനായിട്ട്, നമ്മൾ ഡയറി എഴുതാനായിട്ട്. അപ്പം നമ്മൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്? ഡേറ്റ്, ഡേ, പിന്നെ നമ്മൾ ആ സന്ദർഭത്തിനനുസരിച്ചുള്ള കാര്യത്തെ നമ്മളെന്ത് ചെയ്യും? ആകർഷകമായ രീതിയിൽ സിമ്പിൾ ഭാഷയിൽ നമ്മളെന്ത് ചെയ്യുന്നു? അത് എഴുതുന്നു. അപ്പോഴേ അത് കറക്റ്റ് ഡയറി രൂപത്തിൽ ആകുകയുള്ളൂ. ഇത് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യനാണ്. ഡയറി ലേഖനം, ലെറ്റർ റൈറ്റിങ്ങും എല്ലാം തന്നെ പരീക്ഷയ്ക്ക് ചോദിക്കാവുന്നതാണ്. നോക്കാം ഡയറി ലേഖൻ. ലെഫ്റ്റ് സൈഡിൽ നമ്മൾ താരീഖ്, ഡേറ്റ്, ദിൻ, ഡേ. അതായത് ഇപ്പം ഡേറ്റ് ആണെങ്കിൽ ഇപ്പം 12/7/2020. ദിൻ ഏത് ഡേയാ? സൺഡേ, മൺഡേ ഏത് ഡേ ആണെന്ന് വെച്ചാൽ ആ ഡേ എഴുതണം. ആജ് കാ ദിൻ മേ കൈസെ ഭൂലും, മേ കൈസെ ലിഖൂം, മുझे അഭി ഡർ ഹേ. ആജ് കാ ദിൻ മേ കൈസെ ഭൂലും, ഇന്നത്തെ ദിവസം അല്ലേ ഞാൻ എങ്ങനെ മറക്കും? മേ കൈസെ ലിഖൂം, ഞാൻ എങ്ങനെ എഴുതും?
മുझെ അഭി ഡർ ഹെ, ഇപ്പോഴും എൻ്റെ മനസ്സിൽ എന്താണ്, പേടിയാണ്. ഇത്തനാ ബുരാ ദിൻ ജിന്ദഗി മേ പെഹലി ബാർ ആയാ ഹെ, ഇത്രയും ഒരു ചീത്തയായ ദിവസം എൻ്റെ ജീവിതത്തിൽ ആദ്യമാണ് ഉണ്ടാകുന്നത്. ഗണിത് കാ പീരീഡ് ഥ, മാത്സിൻ്റെ അവറായിരുന്നു. ക്ലാസ് മേ ആത്തെ ഹി മാത് സാഹബ് കോപ്പി ജാഞ്ചനയിലേക്ക്, ക്ലാസ്സിൽ വന്നപ്പോഴത്തേക്കും മാസ്റ്റർ സാർ എന്ത് ചെയ്തു, വർക്ക് ബുക്കുകളും കോപ്പികളൊക്കെ നോക്കാൻ തുടങ്ങി. മേനേത്തോ കോപ്പി ലിഖി തി, ഞാൻ കോപ്പിയൊക്കെ എഴുതിയിരുന്നു. ഫിർ ഭി മേം ഭയ് സേ കാം രഹി ഥി, അപ്പം നമ്മുടെ ഹോംവർക്ക് ബുക്കാണ്. അപ്പം ആ കോപ്പി ബുക്ക് ഞാൻ നേരത്തെ എഴുതിയിരുന്നു, പക്ഷേ ഭയം കൊണ്ട് ഞാൻ എന്ത് ചെയ്തു, എന്നെ വിറയ്ക്കാൻ തുടങ്ങി. ബിനാ കുച്ച് കഹേ മാത് സാബിനെ മേരെ ബാലോമേ പഞ്ചാ ഫസായ, ഒന്നും പറയാതെ തന്നെ മാത് സാബ് എന്ത് ചെയ്തു, അദ്ദേഹം എൻ്റെ മുടിക്കെട്ടിന് കയറി പിടിച്ചു. സബ് ബച്ചോങ്കി നസർ മുസ്പർ പടി, എല്ലാ കുട്ടികളിലും എന്നെ നോക്കുന്നുണ്ടായിരുന്നു. മേരെ ഭയഭീത് ചേഹരേക്കോ ദേഖകർ സാഹിൽ ബുരി തര ഡർ ഗയാ ഥ, അപ്പോൾ എൻ്റെ അവസ്ഥ എന്തായിരുന്നു, ഞാൻ പേടിച്ച് ഭയന്നിരിക്കുന്ന എൻ്റെ ഭയം നിറഞ്ഞ എൻ്റെ ഫേസ് കണ്ട് സാഹിലും വളരെയധികം ഭയന്നു. മുझे ऐसा लगा कि मैं अभी गिर जाऊंगी, എനിക്ക് തോന്നി ഞാൻ ഇപ്പം താഴെ വീഴുമെന്ന്. കുछ समय के बाद മാത് സാബ് ने കോപ്പി മേരെ बैठने के स्थान पर फेंकी, കുറച്ച് സമയം കഴിഞ്ഞപ്പോഴത്തേക്കും മാത് സാബ് എന്ത് ചെയ്തു, എൻ്റെ കോപ്പി ബുക്ക് ഞാൻ ഇരിക്കുന്ന പ്ലേസിലേക്ക് വലിച്ചെറിഞ്ഞു. और मुझसे बैठने को कहा, എന്നിട്ട് എന്നോട് പറഞ്ഞു ഇരിക്കാനെന്ന്. മുझे അഭി പതാ നഹീങ്കി മേരി ഗൽത്തി ക്യാ ഥി, അതായത് എനിക്കിപ്പോഴും അറിയില്ല എന്താണ് ഞാൻ ചെയ്ത തെറ്റ് എന്ന്. ഐസ അനുഭവ് ജീവൻ മേ കഭീ നഹി ഹുവാ ഹെ, ഇങ്ങനെയൊരു അനുഭവം എനിക്കെൻ്റെ ജീവിതത്തിൽ ഇന്ന് വരെ ഉണ്ടായിട്ടില്ല. അപ്പോൾ ഇത് ഡയറി ലേഖനാണ്. അപ്പം ശ്രദ്ധിക്കുക, ഒരു ഡയറി ലേഖനം എഴുതുമ്പോൾ എങ്ങനെയായിരിക്കണം, ഫസ്റ്റ് താരീഖ്, ഡേറ്റ് ഇടുക, അതിന് താഴെ ഡേ എഴുതുക. അതിന് ശേഷമാണ് നമ്മൾ പറഞ്ഞിരിക്കുന്ന സന്ദർഭത്തിനനുസരിച്ചുള്ള കാര്യങ്ങൾ ആകർഷകമായ രീതിയിൽ സിമ്പിൾ ഭാഷയിൽ നമ്മൾ എഴുതണം. പിന്നെ ഒരു കാര്യം മറന്നുപോയി പറയാനായിട്ട്, ഡയറി എഴുതിയതിന് ശേഷം ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെല്ലാം ഒരു ബോക്സിനകത്ത് ആക്കണം. പറഞ്ഞതെന്ന് വെച്ചാൽ എന്താ, ഇതിൻ്റെ 4 സൈഡും വരച്ച് ഒരു ബോക്സിനകത്ത് വേണം ഡയറിയും എഴുതാൻ. ലെറ്ററും നിങ്ങൾ അതുപോലെ എഴുതുകയാണെങ്കിൽ ഭംഗിയായിരിക്കും. അപ്പോൾ ഇന്ന് തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻസ് നിങ്ങൾ നന്നായിട്ട് വർക്കൗട്ട് ചെയ്യണം, നന്നായിട്ട് പഠിക്കണം, നിങ്ങൾ എഴുതി മനസ്സിലാക്കണം എങ്ങനെയാണ് എഴുതേണ്ടതെന്ന്. ഇതൊക്കെ പരീക്ഷയ്ക്ക് ചോദിക്കാവുന്നതാണ്. ഇതുപോലെ അടുത്ത ചാപ്റ്ററുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. നന്ദി.